ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ടേസ്റ്റിലൊരു സ്നാക്സ് ഫില്ലിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് നിങ്ങൾക്ക് ഏത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും ഇത് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇത് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് സമൂസയ്ക്ക് വേണ്ടിയിട്ടാണ്. സമൂസ ഷീറ്റിൽ ചെയ്യുന്ന ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടിട്ട് ഈ ഫില്ലിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനായിട്ട് ഞാനിതാ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചിക്കൻ എടുക്കാം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഞാൻ ഇട്ടുകൊടുത്തൊന്ന് വഴറ്റി കൊടുത്തു. ഈ ഒരു സൈസിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ഇനി നമുക്ക് ഇട്ടുകൊടുക്കാനായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂണ് പേസ്റ്റ് 3 കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉള്ളി ഒന്ന് നമുക്ക് വാടിക്കിട്ടിയാൽ ഇതിലേക്ക് ഇനി വേണ്ടത് ക്യാരറ്റാണ്. 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മുഴുവനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് 2 ചെറിയ തക്കാളി എടുത്തിട്ട് മിക്സിയിലൊന്ന് തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എടുത്തത്. വലിയതാണെങ്കിൽ 1 തക്കാളി മതിയാവുന്നതാണ്. അതും കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറാനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്ങിൽ പൊടികളൊന്നും ഇത്ര ടൈമായിട്ട് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി എന്നിവയെല്ലാം ഇവിടെ ആവശ്യമുള്ളത്. ഇതെല്ലാം കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ക്യാപ്സിക്കം വെന്തുടയാനൊന്നും പാടില്ല. ഒരു 1/4 വേവ് മാത്രമേ ആവാൻ പാടുള്ളൂ. കുറച്ച് ടൈമൊന്ന് അടച്ചു വെച്ച് കൊടുത്ത് ആ പൊടികളുടെയൊക്കെ പച്ചമണമൊന്നും മാറുന്ന വിധത്തിൽ മാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്നാക്സിനാണോ ഈ ഫില്ലിങ് വേണ്ടത്
ആ സ്നാക്സ് റെഡിയാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ആരും ഇതുവരെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യാത്ത ഒരു ഫില്ലിംഗ് ആയിരിക്കും ഇത്. ഞാൻ ഉണ്ടാക്കിയ ഫില്ലിങ് വെച്ചിട്ട് സമൂസയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. സമൂസ ഉണ്ടാക്കാൻ അറിയാത്തവരെന്തായാലും ഉണ്ടാവുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കാണിച്ചാലോ എന്ന്, അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ ക്രോസായിട്ട് മടക്കിയിട്ട് കുറച്ച് മൈദപ്പൊടി വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കുക, ഒരു പശയാക്കി എടുക്കണം. അതിനുശേഷം ഫില്ലിങ് നിറച്ച് വെച്ച് അവിടെ ഒന്ന് പശയാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുത്ത് ഗ്യാപ്പ് വരാണ്ട് ശ്രദ്ധിക്കുക. ഗ്യാപ്പ് വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഉള്ളിലേക്ക് ഓയിൽ കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്യാപ്പുകളെല്ലാം ഒന്ന് ആ മൈദയുടെ പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും അതിൽ മസാല നിറക്കുമ്പോൾ ഫുള്ളായിട്ട് കുത്തി നിറക്കാൻ പാടില്ല. അരഭാഗം അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം മാത്രം നിറച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. പെട്ടെന്ന് നമ്മുടെ സ്നാക്സ് സോഫ്റ്റായി പോവും. അപ്പോൾ അതും കൂടി ഒന്ന് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഉണ്ടാക്കിയ സ്നാക്സ് മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു സ്നാക്സ് വീഡിയോ ആയിട്ടല്ല ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫില്ലിംഗ് ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഫില്ലിംഗ് വെച്ചിട്ട് ഇഷ്ടമുള്ള സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഫില്ലിംഗ് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ വേറൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ.